പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വത്സ. ഞാൻ മാനന്തവാടി രൂപതയിൽപ്പെട്ട എടപ്പട്ടി ഇടവക അംഗമാണ്. ഞാൻ 2019 ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അന്ന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റാണ് ആദ്യമായി ഇടുന്നത്. അന്ന് എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് ഒരു കണ്ണ് ഗ്ലോക്കോമ വന്ന് 80% കാഴ്ച പോയിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ മറ്റേ നല്ല കണ്ണിന് ഒരു ഇൻഫെക്ഷൻ ബാധിക്കുകയും വളരെ 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കലാകുകയും ചെയ്തു. അങ്ങനെ ചേച്ചിയെ കോയമ്പത്തൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 2 മാസങ്ങൾക്കുള്ളിൽ കണ്ണിന് 7 സർജറി നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അന്ന് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വഴി ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ചേച്ചിക്ക് ഒന്നും കാണാൻ വയ്യ, ഒരു കാര്യം സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ വയ്യ. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ചേച്ചിക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള കാഴ്ചശക്തി കൊടുക്കണമേ എന്ന്. മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ട് ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു. കൂടാതെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കാഴ്ചയുണ്ട്. പക്ഷേ 100% കാഴ്ച ഇല്ല. പിന്നീട് എൻ്റെ ചേച്ചിയാണിത്, സിസ്റ്റർ ക്രിസ്റ്റി പോൾ. ചേച്ചി ലെബനോനിലായിരുന്നു സേവനം ചെയ്തിരുന്നത്. ചേച്ചിക്ക് 1996 ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്യുകയും 4th സ്റ്റേജിലെത്തിയ ചേച്ചി അത്ഭുതകരമായി തന്നെ അന്ന് പ്രാർത്ഥനയിലൂടെ എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്ത് രക്ഷപ്പെട്ടു വന്നതാണ്. കഴിഞ്ഞ 2023 ജൂലൈയിൽ ചേച്ചി ലെബനോനിലായിരിക്കുമ്പോൾ ചേച്ചിക്ക് യൂട്രസ് ക്യാൻസർ സ്ഥിരീകരിച്ചു. അന്ന് ഞാൻ 12-ാം തീയതി ഇവിടെ വന്ന്, ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ചേച്ചിയുടെ യൂട്രസ് റിമൂവ് ചെയ്തോട്ടെ, സർജറി ചെയ്തോട്ടെ, പക്ഷേ ഇനി ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ കീമോയോ റേഡിയേഷനോ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ ചേച്ചിയെ കടത്തിക്കൊണ്ട് പോകരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ചേച്ചിക്ക് ലെബനോനിൽ നിന്നും അഗ്രസീവ് ക്യാൻസർ, ഹൈ ഗ്രേഡ് ക്യാൻസർ എന്ന റിപ്പോർട്ടായിരുന്നു ചേച്ചിക്ക് കിട്ടിയിരുന്നത്. അന്ന് എനിക്കത് ഈ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചിയുടെ സർജറിയൊക്കെ വിജയകരമായി കഴിഞ്ഞു. ഇവിടെ വന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്തപ്പോൾ ചേച്ചിക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റും വേണ്ട, കീമോയോ റേഡിയേഷനോ ഒന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ വീണ്ടും ഒരു വലിയ പരീക്ഷണത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നുപോയത്. ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് MRSA എന്ന ഒരു ഇൻഫെക്ഷൻ ബാധിച്ചു വളരെ ക്രിട്ടിക്കലായി. സിസ്റ്റേഴ്സ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കാണേണ്ടവരെല്ലാം വന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ബ്രദേഴ്സും എല്ലാം, ചേച്ചി ഇപ്പോൾ ബോംബെയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾ ബോംബെയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ പോയപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ ചേച്ചി ICUലായിരുന്നു. ചേച്ചിയുടെ തലയുടെ കീഴിൽ ഞാൻ ഉടമ്പടി കാശ് രൂപം വെച്ചു. ചേച്ചിക്ക് എന്നും ഉടമ്പടി തൈലം വായിൽ കൊടുക്കും, ചേച്ചിയുടെ മുറിവിലെല്ലാം തേക്കും, കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഉടമ്പടി ഉപ്പും തേനും എല്ലാം ദിവസവും കൊടുത്തു. എന്നും ഡോക്ടേഴ്സ് കോൺഫറൻസ് കൂടി എന്നെ വിളിച്ച് പറയും, വളരെ ക്രിട്ടിക്കലാണ്, ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഇനി ഒരു മരുന്ന് കൊടുക്കാനില്ല. അങ്ങനെ സെപ്റ്റംബർ 1 സർജറി കഴിഞ്ഞ ചേച്ചി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസങ്ങളിലും ICUലും, അത് കഴിഞ്ഞ് ചേച്ചീനെ ഐസൊലേഷൻ ICUലേക്ക് മാറ്റി. അങ്ങനെ ICUലും ഹോസ്പിറ്റലിലും വളരെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമാണ് കോൺവെൻറ്റിലേക്ക് കൊണ്ടുവരും. വീണ്ടും 2 ദിവസം കഴിയുമ്പം വീണ്ടും വളരെ കൂടുതലാവും കൊണ്ടുപോകും. അന്ന് എൻ്റെ ബ്രദേഴ്സും പറയുമായിരുന്നു, ചേച്ചീനെ ഇനി തിരിച്ചു കിട്ടില്ല എന്ന്. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇല്ല, ചേച്ചി തിരിച്ചു വരും, മാതാവ് ചേച്ചിക്ക് പൂർണ്ണ സൗഖ്യം നൽകും. മാതാവിനെ ഞാൻ വിശ്വസിച്ചിരുന്നു, മാതാവും ഈശോയും ചേച്ചിക്ക് പൂർണ്ണ സൗഖ്യം നൽകുന്നു. അങ്ങനെ 3 മാസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ചേച്ചി രോഗമെല്ലാം മാറി. സാധാരണ ഇവർക്ക് 10 വർഷത്തിലൊരിക്കലാണ് വീട്ടിൽ വരാനുള്ള പെർമിഷനുള്ളൂ. ചേച്ചിയെ വീട്ടിലേക്ക് വിട്ടു.
ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫിന് ചേച്ചി കുറച്ച് ഭാരമുള്ള വസ്തുക്കളൊക്കെ എടുത്ത് ഡിസ്ക് പ്രൊലാപ്സായിട്ട് കാലിലേക്കൊക്കെ മരവിപ്പായി നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വന്നു. അന്ന് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആ ഉടമ്പടി നിയോഗം ഇവിടെ വെച്ചിരുന്നു. ഞാൻ വെച്ചത് ചേച്ചിക്ക് സർജറി കൂടാതെ സൗഖ്യം നൽകണമേ എന്നാണ്. പക്ഷേ ചേച്ചിയെ പരിശോധിച്ച എല്ലാ ഡോക്ടർമാരും നട്ടലിന് സർജറി അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് വിധിച്ചു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചേച്ചീനെ സർജറിക്കായി അഡ്മിറ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ചേച്ചിയെ തിരികെ വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും പലരും പറഞ്ഞതനുസരിച്ച് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു. അപ്പോൾ അവിടെ നിന്നും ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതി സർജറി അല്ലാണ്ട് മറ്റ് പോംവഴികളൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥന തുടർന്നു. എനിക്ക് ഉറപ്പായിരുന്നു മാതാവും ഈശോയും ഇടപെടുന്നു. അങ്ങനെ ഞങ്ങളുടെ വയനാട്ടിലെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നൊരു ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു പരീക്ഷണാർത്ഥം കുറച്ച് വെയിറ്റ് കാലിലിട്ട് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് കാലിലിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് ഇന്ന് വരെ യാതൊരു സർജറിയും കൂടാതെ യാതൊരു കുഴപ്പവും കൂടാതെ ചേച്ചി ഇപ്പോൾ നടക്കുന്നു. പിന്നെ എൻ്റെ മകൻ ഡിഗ്രി സപ്ലിയൊക്കെ അടിച്ച് അവൻ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ആ അവസരത്തിൽ ഞാനിവിടെ നിന്നൊരു കുഞ്ഞ് പറയുന്ന സാക്ഷ്യം കേട്ടു. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ ജീവിതം ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അന്ന് ഞാൻ മകനോട് പറഞ്ഞു, നീയും അങ്ങനെ പ്രാർത്ഥിക്കും, ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ യെശയ്യാ 45:2 വാക്യം അനുസരിച്ച് ഞാൻ നിനക്ക് മുമ്പേ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി ഏൽപ്പിക്കുന്ന നിൻ്റെ കർത്താവ് ഞാനാണെന്ന് നീ അന്ധകാരത്തിൽ നീ അറിയും എന്ന് ഒരു വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അവനോടും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത്ഭുതകരമായി തന്നെ അവന് UK ഉപരിപഠനത്തിന് പോകാൻ സാധിച്ചു. അവിടെ ചെന്ന് പല പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ഞാൻ പറയും, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് നിൻ്റെ കൂടെയുണ്ട്, നിന്നെ മാതാവ് ഈശോയോട് പറഞ്ഞ് എല്ലാം ചെയ്തു തരും. അങ്ങനെ അത്ഭുതകരമായി തന്നെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അവൻ്റെ കോഴ്സ് കഴിഞ്ഞ അന്ന് തന്നെ അവന് അത്ഭുതകരമായ ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും ആ ഇൻ്റർവ്യൂ ജയിച്ച് അവൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് 1 വർഷമായിട്ടും ജോലി കിട്ടാത്ത 90% കുട്ടികളുമുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്കറിയാം അവൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവും ഈശോയും അവന് കൊടുത്തത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരുടെ 2 പെൺമക്കളുടെയും എൻ്റെ മകൻ്റെ എല്ലാം വിവാഹങ്ങൾ നടക്കാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതെല്ലാം വളരെ മനോഹരമായി തന്നെ ഈശോ നടത്തി തന്നു. ഈ 24 ജനുവരി 20 എൻ്റെ മകൻ്റെ വിവാഹം. കാനായിലെ വിവാഹം അമ്മയും ഈശോയും നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ നടത്തി തന്നു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തു കൊണ്ടുണ്ടായ ഒരു അത്ഭുതമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ വയനാട്ടിലെ പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി വിഭാഗമുണ്ട്. എൻ്റെ സ്ഥലത്തിനടുത്താണ് അവരുടെ ഒരു കോളനി. ഒരു ദിവസം ഞാൻ എൻ്റെ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു മനുഷ്യൻ ഓടി വരുന്നു. എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു വണ്ടി വിളിച്ചു തരുമോ, മകൻ തൂങ്ങി മരിക്കാറായിരിക്കുകയാണെന്ന് പറഞ്ഞു. അയാൾ അതും പറഞ്ഞു ഓടി. അപ്പം ഞാൻ ചോദിച്ചു, ജീവനുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചെറിയൊരു അനക്കമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വണ്ടി പഠിച്ചിട്ടേ ഉള്ളൂ, നന്നായി ഓടിക്കാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടിയുണ്ട്, വേഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ റോട്ടിൽ നിന്ന് കുറച്ച് ദൂരോട്ടാണ്. അവരെടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി തിരിച്ചിട്ടു. ഞാൻ നോക്കുമ്പം ഇതാരാ, ഞാൻ തിരിഞ്ഞു നോക്കി, ഒരു പഴന്തുണി കിടക്കും പോലെ ഉള്ള ഒരു യുവാവാണ്, 10-27 വയസ്സുള്ള ഒരു യുവാവാണ്, ഒരു കുഞ്ഞുള്ള യുവാവാണ്. അത് കഴിഞ്ഞ് ഇവരൊരു 5-8 പേര് വണ്ടിയിൽ കയറി. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അത്ര ധൈര്യം ഇല്ലാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ പോലും ഞാൻ മാതാവേ എൻ്റെ കൂടെ വരണേന്ന് ഞാൻ പറഞ്ഞ്, അമ്മ വണ്ടി ഓടിക്കണം, അമ്മ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റിട്ട് ഹോൺ അടിച്ച് അവരുടെ വീട്ടിൽ നിന്ന് 8 പേരെൻ്റെ വണ്ടിയിൽ കയറി. ഇത്ര പേര് കയറിയെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ വളരെ സ്പീഡിൽ തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു 99% രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന്. അപ്പം അന്ന് ഞാൻ ബാഗ് എടുത്തുകൊണ്ട് പോയപ്പോൾ, ഞാൻ എപ്പോൾ പോകുമ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി ഉപ്പുണ്ടാവും. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഡോക്ടർ ഇവൻ വളരെ 5-8 പേര് പിടിച്ചു വെച്ചിട്ടും വളരെ ഉയരത്തിൽ തെറിക്കുകയാണ്, ഇങ്ങനെ പെട്ടക്കുകയാണ് വല്ലാതെ. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഉടമ്പടി ഉപ്പിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഞാൻ ആ യുവാവിൻ്റെ മേത്ത് ഉടമ്പടി ഉപ്പെടുത്ത് കുരിശാകൃതിയിൽ ഇട്ടിട്ട് ഞാൻ അവൻ്റെ കാലിൽ പിടിച്ച് 3 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി.
അത്ഭുതകരമായി ഞാൻ പോലും ഞെട്ടിപ്പോയി. അങ്ങനെ പടച്ചുകൊണ്ടിരുന്ന ആ യുവാവ് ശാന്തനായി കിടന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിരുന്നു, ഒരു ട്യൂബ് തൊണ്ടയിലേക്ക് ഇറക്കണം, എന്നാലേ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പം തന്നെ ഡെത്ത് സംഭവിക്കാമെന്ന്. പക്ഷേ ഈ വിശുദ്ധ ഉപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ ബ്രീത്ത് എടുക്കാൻ തുടങ്ങി, പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവൻ്റെ ഭാര്യയുടെ കയ്യിൽ, എൻ്റെ കയ്യിലൊരു മാതാവിൻ്റെ മെഡലുണ്ടായിരുന്നു. ആ മെഡൽ ഞാൻ ആ കുഞ്ഞിൻ്റെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല, നിനക്ക് ഞങ്ങളുടെ വയനാട്ടിൽ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമുണ്ട്. അപ്പം എല്ലാ ആദിവാസികളും അവിടെ പോയി വളരെയധികം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പള്ളിക്കുന്ന് മാതാവിനെ നിനക്കറിയാവില്ല മോളെ, ആ മാതാവിനോട് വിളിച്ച് പഴകിക്കുകയും മാതാവ് മോനോട് പറഞ്ഞ് നിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരികെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയെയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടാക്കി. അവൾക്ക് വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും എല്ലാം എഴുതി കൊടുത്തു. ആ കുഞ്ഞ് രാത്രി മുഴുവൻ അത് ചൊല്ലി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി തന്നെ 5-ാം ദിവസം ആ യുവാവ് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത വേലകൾ ചെയ്യുന്നത്, ഞാൻ പത്രം കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഇവർക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന, വിശ്വാസമുണ്ടെന്ന് തോന്നുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ചില സമയത്ത് ചിലർ തിരിച്ചു തരും, ഇത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു തരും. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവമേ മാതാവിനെ ഈശോയും എന്തെങ്കിലും അറിയാൻ അവർക്കൊരു അവസരം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളൊന്നും ഞാൻ ഇടയ്ക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോവും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് അത്യാവശ്യം വേണ്ട സഹായം വേണ്ടവർക്ക് ചെയ്യും. ഞാൻ പോകുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. ദൈവമേ, എൻ്റെ ആവശ്യം ആർക്കാണോ വരുന്നത്, ആരെയാണോ ഞാൻ സഹായിക്കേണ്ടത്, അവരെ എൻ്റെ മുന്നിൽ കാണിച്ചു തരണമേ പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അങ്ങനെ അവരെ സഹായിക്കും. പിന്നെ ഞാൻ പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ രോഗികളെ ഹോം കെയറിനൊക്കെ പോകാറുണ്ട്. അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ വിശ്വാസിയായിരുന്നു, പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബൈബിൾ വായിക്കും. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ തീർത്ത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു 3-4 ആവർത്തി ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ബൈബിൾ വായിക്കുന്നതും പണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു കടമ പോലെയായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും എല്ലാം എനിക്ക് വളരെയധികം സന്തോഷം തരുന്നതും വളരെയധികം ഇഷ്ടം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, പക്ഷേ ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നാറില്ല. എനിക്ക് എപ്പോഴും ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇങ്ങനെ പിന്നെ ഇവിടെ പറയാത്ത നിരവധിയായ കുറേ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജപമാല റാണി ആവേ ആവേ ആവേ.